ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ആരോപണത്തിന് CPIM നേതാവ് AK ബാലനെ വളഞ്ഞിട്ടാക്രമിച്ച് കോൺഗ്രസ്. സംഘപരിവാറിന്റെ വർഗീയ പരാമർശം പ്രചാരണം CPIM ഏറ്റെടുക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. AK ബാലനെതിരെ കലാപ ആഹ്വാനത്തിന് കേസ് എടുക്കണമെന്നും ആവശ്യമുണ്ട്. പരാമർശത്തിനെതിരെ 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി AK ബാലന് വക്കീൽ നോട്ടീസ് അയച്ചു. പാലക്കാട് ജില്ലയിൽ തന്നെ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായ ഘട്ടമുണ്ടായി. അത് ഇവിടെ 2 വർഗീയ പ്രസ്ഥാനങ്ങളും 2 വെച്ചാൽ RSSും ജമാഅത്തെയും മാത്രമല്ല ഈ കേരളം ഭരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തര കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. പാലക്കാട് ജമാഅത്തെ ഇസ്ലാമിയും RSSും വർഗീയ കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചുവെന്ന AK ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. സംഘപരിവാർ നടത്തുന്ന വർഗീയ പ്രചാരണമാണ് CPIM നടത്തുന്നതെന്ന കടുത്ത വിമർശനത്തിനൊപ്പം AK ബാലനെ കടന്നാക്രമിച്ച് നേതാക്കൾ രംഗത്തെത്തി. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നതെന്ന AK ബാലന്റെ പ്രസ്താവന വർഗീയ കലാപം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. പ്രബുദ്ധ കേരളം ഈ CPM നേതാക്കളുടെ പ്രസ്താവന കേരളത്തിൽ വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഈ പ്രചരണം, ഈ തെരഞ്ഞെടുപ്പിനെ സംഘപരിവാർ ചെയ്യുന്നത് പോലെ ആക്കി മാറ്റാനുള്ള ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കും മതേതര കേരളം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. AK ബാലന്റെ പ്രസ്താവന BJP സഹായിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ഇപ്പോൾ ഈ പ്രചരണം നടത്തുന്നത് BJPക്ക് വേണ്ടിയാണ്. എന്താണ് BJP പറയുന്നത്? അതേ സ്വരത്തിലും അതേ ഭാഷയിലാണ് AK ബാലൻ സംസാരിക്കുന്നത്. AK ബാലനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. AK ബാലൻ അഭിനവ ഗീബൽ സാഗരുതെന്ന് ജമാഅത്ത് ഇസ്ലാമി അമീർ പ്രതികരിച്ചു. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളിയെ പുറത്തു നിർത്തിയിട്ടും അകത്ത് AK ബാലൻ അകത്ത് നിർത്തിയിട്ടും വർഗീയ വിഷം ചീറ്റുന്ന ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത് പ്രബുദ്ധ കേരളം വളരെ വകതിരിവോടുകൂടി വിവേകത്തോടുകൂടി തിരിച്ചറിയും എന്ന് മനസ്സിലാക്കാൻ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, വിവേകമുള്ള ആരും ആ പ്രസ്ഥാനത്തിൽ ഇനിയും ഇല്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കലാപത്തിന് ശ്രമിച്ചുവെന്ന പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് ജമാഅത്ത് ഇസ്ലാമി AK ബാലന് വക്കീൽ നോട്ടീസ് അയച്ചത്. ഒരാഴ്ചയ്ക്കകം പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ ക്രിമിനൽ സിവിൽ കേസുകൾ നൽകുമെന്നും 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.